അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ധാർമ്മിക വിദ്യാർത്ഥികളെ, ഈ ഒരു വേദിയിൽ ഗ്രേറ്റ തുൻബർഗിൻ്റെ സമാധാന പ്രതിരോധങ്ങൾ, ലോകത്തിൻ്റെ നിഷ്ക്രിയതയ്ക്കെതിരായ ധീരമുന്നേറ്റം എന്ന വിഷയം ഞാൻ ചർച്ചയ്ക്കെടുക്കുകയാണ്. ഇരുട്ട് കനക്കുമ്പോൾ ഒരു കൊച്ചു ദീപം തെളിയുന്നത് പോലെ ലോകത്തിൻ്റെ നിഷ്ക്രിയതയ്ക്കും മൗനത്തിനുമിടയിൽ ധീരമായ ചോദ്യചിഹ്നമായി ഉയർന്നു വന്ന ഒരു പേരുണ്ട്, ഗ്രേറ്റ തുൻബർഗ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് കേവലം ഒരു വ്യക്തിയുടെ സമരചരിത്രം വിവരിക്കാനല്ല, മറിച്ച് ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണുകളിലൂടെ ലോകം കാണുന്ന സമാധാനത്തിനായുള്ള അടിയന്തര പ്രതിരോധങ്ങളെക്കുറിച്ചും നിഷ്ക്രിയത എന്ന മഹാവിപത്തിനെക്കുറിച്ചും സംസാരിക്കാനാണ്. നമ്മുടെ വീട് കത്തുകയാണ്, എന്നിട്ടും നിങ്ങൾ സംസാരിക്കുന്നത് പണത്തെക്കുറിച്ചും ശാശ്വത വളർച്ചയെക്കുറിച്ചുമാണ്. ഈ ഗ്രേറ്റയുടെ ഈ വാക്കുകൾ ഒരു താക്കീതാണ്. കാലം നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നതിൻ്റെ മുന്നറിയിപ്പാണ്. ഗ്രേറ്റ തുൻബർഗ് ഒരു രാഷ്ട്രീയ നേതാവല്ല, അവൾ ഒരു ചൂണ്ടുവിരലാണ്. സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ലോക നേതാക്കളിലേക്കും സ്വന്തം സ്വാർത്ഥതയിൽ കണ്ണട്ടിരിക്കുന്ന സാധാരണക്കാരിലേക്കും ചൂണ്ടി നിൽക്കുന്ന വിറക്കാത്തൊരു വിരൽ. അവരുടെ പ്രതിരോധം അതൊരു പുതിയ തരം സമാധാന പ്രതിരോധമാണ്. 2018 ഓഗസ്റ്റ് മാസം ഒരു വെള്ളിയാഴ്ച സ്വീഡനിലെ പാർലമെന്റിന് മുന്നിൽ ഗ്രേറ്റ തുൻബർഗ് എന്ന 15 വയസ്സുകാരി ഒറ്റയ്ക്ക് നിൽക്കുന്നു. കാലാവസ്ഥയ്ക്ക് വേണ്ടി ഒരു സ്കൂൾ സമരം. ബോംബുകൾക്ക് പകരം വാക്കുകൾ, ടാങ്കുകൾക്ക് പകരം പ്ലക്കാർഡുകൾ, വെടിയുണ്ടകൾക്ക് പകരം തീക്ഷ്ണത. കാലാവസ്ഥാ വ്യതിയാനം എന്ന ആഗോള പ്രതിസന്ധിക്ക് കാരണമായത് യുദ്ധങ്ങളോ ഭീകരവാദമോ മാത്രമല്ല, നമ്മൾ മനുഷ്യരുടെ അനിയന്ത്രിതമായ അത്യാഗ്രഹങ്ങളും കൂടിയാണ്. ഈ അത്യാഗ്രഹത്തോടാണ് ഗ്രേറ്റ തൻ്റെ സമാധാനപരമായ യുദ്ധം പ്രഖ്യാപിച്ചത്. വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും കൊടും ചൂടിൻ്റെയും ഇരകളായി കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ നിസ്സഹായതയാണ് ഗ്രേറ്റയുടെ ഈ ശബ്ദത്തിലൂടെ ലോകം മുഴങ്ങിക്കേട്ടത്. പ്രകൃതിയുമായി സമാധാനം സ്ഥാപിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മാനസിക സമാധാനം എന്ന് ആ കൊച്ചു പെൺകുട്ടി അമ്മയെ പഠിപ്പിച്ചു. എങ്ങനെയാണ് ഗ്രേറ്റയുടെ ആ ധീരമായ ശബ്ദത്തോട് ലോകം പ്രതികരിച്ചത്? ഭൂരിപക്ഷവും നിശബ്ദത പാലിച്ചു. ഭരണകൂടങ്ങൾ വമ്പൻ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും നൽകി ജനങ്ങളെ നിശബ്ദരാക്കി. എന്നിട്ട് വൻ കൽക്കരിപ്പാടങ്ങളും വ്യവസായങ്ങളും തഴച്ചു വളരാൻ അനുവദിച്ചു. ഇവിടെയാണ് നിഷ്ക്രിയത എന്നത് വാക്ക് ഭീകരമായി മാറുന്നത്. ഉയരാൻ മടിക്കുന്ന കൈകളും ചലിക്കാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെതാണെന്ന് ഒരിക്കൽ ഏണസ്റ്റോ ചെഗുവേര പറയുകയുണ്ടായി. ഗ്രേറ്റയുടെ പ്രസക്തിയും ധീരതയും ഈ മൗനത്തെ തകർത്തു എന്നതിലാണ്. അവർ കുട്ടിക്കാലം ഉപേക്ഷിച്ച് ക്ലാസ് മുറികൾ വിട്ട് തെരുവിലിറങ്ങിയത് വരാനിരിക്കുന്ന ഒരു പാരിസ്ഥിതിക അപ്പോക്കലിപ്സിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനാണ്. വരും തലമുറയുടെ പേരിൽ വർത്തമാനകാലത്തെ ചോദ്യം ചെയ്യാൻ ആ കൊച്ചുകുട്ടിക്ക് മാത്രമേ ധൈര്യമുണ്ടായിരുന്നുള്ളൂ. അവർക്ക് മാത്രമേ അതിനെ ചോദ്യം ചെയ്യാൻ അവരുടെ ജീവിതത്തിൽ ആർജവം ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഇടശ്ശേരിയുടെ വരികൾ അത് എഴുതപ്പെട്ടപ്പോൾ ഒരു ആശങ്കയായിരുന്നു. എന്നാൽ ഇന്ന് ഗ്രേറ്റ തുൻബർഗ് എന്ന കൊച്ചു പെൺകുട്ടിയിലൂടെ അത് ലോകത്തിൻ്റെ തന്നെ നിലവിളിയായി മാറിയിരിക്കുകയാണ്. ഇടശ്ശേരിയുടെ ആ ചോദ്യത്തിന് സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായ തെളിവുകളോടുകൂടി ഗ്രേറ്റ തുൻബർഗ് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ലോക നേതാക്കളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഹൗ ഡെയർ യു, നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ധൈര്യം എന്ന് ധീരമായ ശബ്ദത്തിൽ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രകൃതി ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ശോചനീയ അവസ്ഥയിലൂടെയാണ് നമ്മുടെ പ്രകൃതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും ജലവായു മലിനീകരണവും അനുഭവിക്കുന്ന പ്രകൃതിയാണ് ഇന്ന് നമുക്കുള്ളത്. അതുപോലെ തന്നെ മരങ്ങളും കാടുകളും വെട്ടിനശിപ്പിക്കുന്നതിലൂടെ എത്രയോ മൃഗങ്ങൾ ഇന്ന് വംശനാശ ഭീഷണിയുടെ അരികിലെത്തി നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണം മനുഷ്യരായ നമ്മൾ തന്നെയാണ്. ഇത് അനുഭവിക്കേണ്ടവരും മനുഷ്യരായ നമ്മൾ തന്നെയാണ്.
നമുക്കറിയാം, ഇസ്ലാം പ്രകൃതി സംരക്ഷണത്തിന് ധാരാളം മാതൃകകൾ നൽകുന്നുണ്ട്. ഖിയാമത്ത് നാളാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നടണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് അരുളിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിൽ. വൈകുന്ന പുഴയിൽ നിന്നാണ് ഒളു എടുക്കുന്നതെങ്കിലും നിങ്ങളുടെ അവയവങ്ങൾ 3-ൽ കൂടുതൽ തവണ കൈകരുതെന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏതൊരു കാര്യത്തിനും ഇസ്ലാമിന് അതിൻ്റേതായ മാതൃകയുണ്ട്. അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഗ്രേറ്റ തുൻബർഗ് കേവലം ഒരു പ്രതിഭാസമല്ല, അവരൊരു വിളിയാണ്. നമ്മുടെ കുട്ടികൾ നമുക്ക് വേണമെങ്കിൽ ഗ്രേറ്റ തുൻബർഗിനെ വിമർശിക്കാം, അവരുടെ രീതികളെ തള്ളിക്കളയാം. പക്ഷേ അവരുടെ ചോദ്യങ്ങളെ അതൊരിക്കലും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചാണ്. യു ആർ നെവർ ടു സ്മോൾ ടു മേക്ക് എ ചേഞ്ച്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.